അവധിക്കാലത്തിന് വിട നൽകിയ സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു. പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി മാറിയെന്ന് മുഖ്യമന്ത്രി. വെള്ളാങ്കല്ലൂർ ചീപ്പുച്ചിറയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന വിധത്തിലാണ് ഈ മാലിന്യ കൂമ്പാരം. കേരളത്തിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി. ഒഡീഷ സ്വദേശിനിയായ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഇരുവരും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അവധിക്കാലത്തിന് വിട നൽകിയ സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു. 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലേക്ക് എത്തിയത്. ആദ്യ 2 ആഴ്ചകളിൽ പാഠപുസ്തക പഠനമില്ല. പരിസര ശുചീകരണം, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, നല്ല പെരുമാറ്റം എന്നിങ്ങനെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കും. കാലവർഷം ശക്തമായതോടെ സ്കൂൾ തുറക്കൽ നീളുമോ എന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും മഴ ശമിച്ചതോടെ ആശങ്കയൊഴിഞ്ഞ് സ്കൂളുകൾ ഇന്ന് തുറന്നു. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവുമടക്കം സമഗ്രമാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഇത്തവണ. 1ാം ക്ലാസ്സിലേക്ക് 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെത്തി. ആദ്യ 2 ആഴ്ചകളിൽ പാഠപുസ്തക പഠനം ഇല്ല. പരിസര ശുചീകരണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, നല്ല പെരുമാറ്റം എന്നിങ്ങനെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കും. 2, 4, 6, 8, 10 ക്ലാസുകളിൽ ഈ വർഷം പുതിയ പാഠപുസ്തകങ്ങളാണ്. സ്കൂളുകളിൽ ലഹരി വ്യാപനം തടയാൻ പോലീസ്, എക്സൈസ് വകുപ്പുകൾ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി മാറിയെന്ന് മുഖ്യമന്ത്രി. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവ ചടങ്ങ് നടന്നത്. ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവം അന്നമനടയിലും നടന്നു. റിപ്പോർട്ടുകളിലേക്ക്. മാള ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രവേശനോത്സവം അന്നമനട GUP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാള AO KK സുരേഷ് LSS ആൻഡ് USS വിജയികൾക്ക് മെമന്റോകൾ വിതരണം ചെയ്തു. ദിനേശൻ ചേരപ്പറമ്പിൽ പഠനോപകരണ വിതരണം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക PB സൈന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OC രവി, വാർഡ് മെമ്പർ ഷീജ നസീർ, BPC ഡോക്ടർ P ലിജു, PTA പ്രസിഡന്റ് K ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം നടന്നു. മാള സർക്കാർ മോഡൽ LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സാബു പോൾ, പ്രധാനാധ്യാപിക വിൻസി വിൽസൺ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ബഡ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വെങ്ങിണിശ്ശേരി സാന്ത്വനം ബഡ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ ചിത്രരചനയിൽ 3ാം സ്ഥാനം നേടിയ അശ്വിൻ ശ്രീകുമാരനെ ചടങ്ങിൽ അനുമോദിച്ചു. മാള SCGHS കോട്ടക്കൽ സ്കൂളിന്റെ പുതുവത്സര പ്രവേശനോത്സവം പ്രാർത്ഥനാ നൃത്തത്തോടെ ആരംഭിച്ചു. വാർഡ് മെമ്പർ TV യദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ മേരിയൻ അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, സിസ്റ്റർ മേരീസ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ്, PTA പ്രസിഡന്റ് സോയി കോലഞ്ചേരി, LP PTA പ്രസിഡന്റ് ED ഗ്രീഷ്മ, സിസ്റ്റർ മെർലി, റിനി എന്നിവർ സംസാരിച്ചു. മാള കുരുവിലശ്ശേരി RBLP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രതീഷ് ശാന്തി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാള BBC P ലിജു പഠനോപകരണ വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിനി ബെന്നി, പഞ്ചായത്ത് അംഗം സാബു പോൾ, HMPS ബിന്ദു, PK രത്നാകരൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ കരിങ്ങാച്ചിറ സെന്റ് ജൂഡ് LP സ്കൂളിലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുത്തഞ്ചിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. INLന്റെ സന്നദ്ധ സംഘടനയായ നാഷണൽ റിലീഫ് ആൻഡ് റെസ്ക്യൂ ടീം കോർഡിനേറ്റർ സുൽഫിക്കർ ബൂട്ടോ പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നജ്മ ഷാനവാസ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക KP ബീന, വാർഡ് മെമ്പർ ആമിന ആഷിഖ്, INL പുത്തഞ്ചിറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗഫൂർ മാക്കാന്തറ, KK ചന്ദ്രശേഖരൻ, സേതു മാധവൻ, ഷിമി ഗിരീഷ് എന്നിവർ സംസാരിച്ചു. അണ്ണലൂർ NSLP വിദ്യാലയത്തിൽ നവാഗതരെ സ്വീകരിച്ചുകൊണ്ട് പ്രവേശനോത്സവം നടന്നു.
വാർഡ് മെമ്പർ MU ബിനിൽ ഉദ്ഘാടനം ചെയ്തു. മാനേജർ രാജേഷ് VS അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ്, PTA, SSG എന്നിവർ ചേർന്ന് നവാഗതരെ സ്വീകരിച്ചു. ചടങ്ങിൽ മരണമാസ് അഷ്ടമിച്ചിറ കൂട്ടായ്മയുടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകിയ ചിത്രാങ്കണം ഉദ്ഘാടനം നടന്നു. കേരള പോലീസ് തൃശൂർ റൂറൽ ഉദ്യോഗസ്ഥർ കരുതലായി കാവലായി പോസ്റ്റർ യോഗത്തിൽ പ്രദർശിപ്പിച്ചു. മയക്കുമരുന്ന് ലഹരിക്കെതിരെ സംസാരിച്ചു. പ്രധാനാധ്യാപിക KS സുജയ, മിനി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ KK അജയകുമാർ, CK തിലകൻ, വനമിത്ര ഭൂമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരൻ, അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VJ ശങ്കരൻ, അംഗനവാടി വർക്കർ റീജ, SSG വൈസ് ചെയർമാൻ അരവിന്ദാക്ഷൻ തൊഴുത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭ ഏറ്റെടുത്ത മലയാമ്പറമ്പ് IMR LP സ്കൂളിൽ നഗരസഭാതല പ്രവേശനോത്സവം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ KV പോൾ, MM അനിൽകുമാർ, പ്രീതി ബാബു, കൗൺസിലർമാരായ VO പൈലപ്പൻ, സുധാഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. VDUPS പാലിയംതുരുത്ത് സ്കൂളിൽ പ്രവേശനോത്സവം മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് PS ബാബു അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ ഷീന, വിദ്യാർത്ഥിനിദായിനി സഭ MS വിനയകുമാർ പ്രവേശനോത്സവ ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥിദായിനി സഭ സെക്രട്ടറി EN രാധാകൃഷ്ണൻ പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. സീനിയർ CPO ഗോപകുമാർ, സ്കൂൾ മാനേജർ KD വിക്രമാദിത്യൻ, MPTA ചെയർപേഴ്സൺ സൗമ്യ സെന്തിൽ എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ TK പത്മനാഭൻ, പ്രനീല ഗിരീശൻ, വിജി ഡേവിസ്, MM ഗോപാലൻ, BRC കൊടകര, CRCC ജൂണി തോമസ്, PTA പ്രസിഡന്റ് AR രാഖി, പ്രധാനാധ്യാപകൻ R ശ്രീകുമാർ, സീനിയർ അധ്യാപിക MT സോഫിയ എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തി. നവാഗതരെ പേരെഴുതി ബാഡ്ജും കിരീടവും നൽകി സ്വീകരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞയെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് പഠനോപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് പഠനം ആരംഭിച്ചു. കേരള സർക്കാരിന്റെ സംയോജിത വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഈ അധ്യയന വർഷം മുതൽ സ്കൂൾ മിക്സഡാക്കി ഉത്തരവ് ലഭിച്ചത്. മിക്സഡാക്കി ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഈ അധ്യയന വർഷം മുതൽ 5ാം ക്ലാസ്സിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകുകയായിരുന്നു. 5 പെൺകുട്ടികളാണ് ഇത്തവണ പ്രവേശനം നേടിയത്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന KH ഹരിത, VA ആദിലക്ഷ്മി, ഇസ്ര മരിയ ബിനോയ്, ഇസബെല്ല രാജേഷ്, PB നിരഞ്ജന എന്നീ 5 വിദ്യാർത്ഥികളാണ് തുടർ പഠനത്തിനായി ഇവിടെ ചേർന്നത്. സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പ്രധാനാധ്യാപിക ജിഷ മാത്യു എന്നിവർ ചേർന്ന് വിദ്യാർത്ഥിനികളെ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല സ്കൂൾ പ്രവേശനോത്സവം മാടായിക്കോണം PK ചാത്തൻ മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു നിർവഹിച്ചു. സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ബഹുദൂരം മുൻപിലാണെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ വിശിഷ്ടാതിഥിയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി, സ്കൂൾ പ്രധാനാധ്യാപിക ET ഷെൽബി, ഇരിങ്ങാലക്കുട BPC KR സത്യപാലൻ, PTA പ്രസിഡന്റ് സനീഷ് നടയിൽ, MPTA പ്രസിഡന്റ് അശ്വതി ശരത്, സ്റ്റാഫ് സെക്രട്ടറി, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. വാർഡ് മെമ്പർ KV രഘു ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഉണ്ണിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി HOD PG ലത മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് അഭിലാഷ്, MPTA പ്രസിഡന്റ് സന്ധ്യ പ്രതീഷ്, സീനിയർ അസിസ്റ്റന്റ് K മധു, KP പ്രസോദി എന്നിവർ പങ്കെടുത്തു. പുത്തഞ്ചിറ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഗവൺമെന്റ് UP സ്കൂൾ പുത്തഞ്ചിറ, ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, വാർഡ് മെമ്പർമാരായ ജിസ്മി സോണി, പത്മിനി ഗോപിനാഥൻ, VN രാജേഷ്, VN നദീർ, PTA പ്രസിഡന്റ് യൂസർ KK, രജിത സന്തോഷ്, വിജിത ദിലീപ്, മിഥു ബിനോയ്, ജിസ CJ എന്നിവർ സംസാരിച്ചു. പൊയ്യ പഞ്ചായത്ത് തല പ്രവേശനോത്സവം മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തോമസ് കളത്തിൽ,
പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീന സേവ്യർ അക്ഷരദീപം തെളിയിച്ചു. OSA പ്രസിഡന്റ് ബൈജു പാറേക്കാടൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചീപ്പുച്ചിറയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ്. പകർച്ചവ്യാധികൾക്ക് കൂടി കാരണമാകുന്ന വിധത്തിലാണ് ഈ മാലിന്യ കൂമ്പാരം സ്ഥിതി ചെയ്യുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാത്തതാണ് മാലിന്യങ്ങൾ കൂമ്പാരം കൂടുവാനുള്ള കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ ചീപ്പുച്ചിറ കായലോരത്താണ് ഭയാനകമായ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ അനേകം ആളുകൾ ദിവസം പ്രതി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തിച്ചേരുന്ന സ്ഥലത്താണ് മാലിന്യങ്ങളുടെ ഒരു തുരുത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും നടക്കാറുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാത്തതാണ് മാലിന്യങ്ങൾ കൂമ്പാരം കൂടാനുള്ള കാരണം. മഴക്കാലമായതോടെ പുഴയുടെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ അനേകം സഞ്ചാരികൾ എത്തുന്ന സ്ഥലം പകർച്ചവ്യാധികൾക്ക് കൂടി കാരണമാകുന്ന വിധത്തിലാണ് ഈ മാലിന്യ കൂമ്പാരം സ്ഥിതി ചെയ്യുന്നത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പഞ്ചായത്തായി സ്ഥലം MLA പ്രഖ്യാപിച്ചിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അധികാരികളുടെ ഈ അനാസ്ഥ. പഞ്ചായത്ത് അധികാരികളും ആരോഗ്യ പരിപാലന കേന്ദ്രവും ഇടപെട്ട് എത്രയും വേഗം പൊതുജനാരോഗ്യം വഷളാക്കുന്ന മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യണമെന്ന് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സാബു കണ്ടത്തിൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ട്രാംവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു. സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെൽട്ടർ പൊളിച്ചു മാറ്റിയത്. മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ ബസ്സുകൾ നിർത്തും. ദേശീയപാത ട്രാംവേ റോഡിൽ അടിപ്പാത വന്നതോടെ ഇതുവഴിയുള്ള വാഹനങ്ങൾ വർദ്ധിക്കുകയും ആനമല ജംഗ്ഷനിൽ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയും പതിവായിരുന്നു. ട്രാംവേ റോഡ് ആനമല ജംഗ്ഷനിൽ എത്തുന്ന ഭാഗത്ത് റോഡിന്റെ പകുതിയോളം വീതിയിൽ ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരുന്നു. നോർത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാതെ ആളുകളെ കയറ്റുന്നതിനുള്ള സൗകര്യത്തിനാണ് ഇവിടെ ബസ് ഷെൽട്ടർ നിർമ്മിച്ചത്. നേരത്തെ ഇതിന് തൊട്ട് തെക്ക് ഭാഗത്ത് മുസ്ലിം പള്ളിക്ക് സമീപമായിരുന്നു ഈ സ്റ്റോപ്പ്. ഈ ജംഗ്ഷനിൽ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് ബസ് ഷെൽട്ടർ വലിയ തടസ്സം ഉണ്ടാക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഷെൽട്ടർ പൊളിച്ചുമാറ്റാൻ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു. സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഷെൽട്ടർ പൊളിച്ചു മാറ്റിയത്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ബസ്സുകൾ മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ നിർത്തും. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കുഴിക്കാട്ടുശ്ശേരി വരദനാട് സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘം വാർഷികം ആഘോഷിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 14 വർഷമായി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ 4 വർഷമായി ഞാനും കൂടി വന്ന് കണ്ട് മനസ്സിലാക്കി ഒരുമിച്ച് പ്രവർത്തിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ വരദനാട് സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘത്തിന് ഊഷ്മളമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. നമ്മുടെ നാട്ടിലെ മുഴുവൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, കൂടുതൽ മികവ് തെളിയിച്ചവരെ, കഴിവ് തെളിയിച്ചവരെ, കൂടുതൽ നമ്മുടെ നാടിൻ്റെ കടമകൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തനത്തിന് ആവേശം നൽകുന്ന, ഊർജ്ജം നൽകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്ത ഒരു വലിയ മാതൃകാ സംഘടനയായിട്ടാണ് ഞാൻ ഈ സംഘടനയെ കാണുന്നത്. സംഘം പ്രസിഡന്റ് AR ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K ആഷ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഡോക്ടർ K മനോമോഹൻ ദന്ത സംരക്ഷണത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ ലൈല കുമാരി, SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി, ജോബി, സംഘം സെക്രട്ടറി PR സെബാസ്റ്റ്യൻ, PS സുരേഷ് എന്നിവർ സംസാരിച്ചു. ഷോട്ടോക്കാൻ കരാട്ടെ ആൻഡ് യോഗ സെന്റർ ബ്ലാക്ക് ബെൽറ്റ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ജൂനിയേഴ്സ് ടെസ്റ്റും സംഘടിപ്പിച്ചു. പുത്തൻചിറ മാണിയങ്കാവിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. ഒരു യോദ്ധാക്കളാണ് ഇവിടെ ഇരിക്കുന്ന
നിർമ്മിച്ചവർ എന്ന് മനസ്സിലാക്കുന്നു. യോധ സിനിമ അല്ലേ, അതിൽ യോധ സിനിമ ഉള്ളുണ്ട്. കണ്ടല്ലേ യോധ സിനിമയിലെ കുറെ കാര്യങ്ങൾ കരാട്ടയുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? കാണിക്കുന്നതാ ഇതിന്റെ വിദഗ്ധ കാര്യങ്ങളൊക്കെ നമ്മുടെ സാറ് ഇവിടെ വിശദീകരിക്കും. കരാട്ടയെ കുറിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ UP സ്കൂളിൽ ഒരു പരിശീലന പരിപാടി അവതരിപ്പിച്ചിരുന്നു. ആ കുട്ടികൾ അവരുടെ ആനിവേഴ്സറിയിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പരിശീലനമാണ്. എൻ്റെ ഗ്രാമം ആരോഗ്യ ഗ്രാമം എന്നൊരു പദ്ധതിയിലൂടെയാണ് നമ്മുടെ കൊച്ചുകൾ നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് അനുമോദനത്തിന് വേണ്ടി ശ്രമിക്കുക. ചീഫ് ഇൻസ്ട്രക്ടർ KV രവി ആദരവ് നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ സംഗീത അനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MM ഷമേജ്, VA നദീർ എന്നിവർ സംസാരിച്ചു. മാള അഷ്ടമിച്ചിറയിൽ ഇന്ത്യൻ ഓയിൽ പമ്പിലുണ്ടായിരുന്ന ഇന്ധന ചോർച്ച താൽക്കാലികമായി പരിഹരിച്ചു. MLDയിലുണ്ടായ ചെറിയ തകരാറ് മൂലമാണ് ഇന്ധന ചോർച്ച ഉണ്ടായതെന്നും പെട്രോളും ഡീസലും വിൽക്കുന്നതിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും പമ്പുടമ അറിയിച്ചു. ഡമ്മി MLD ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായി ഇന്ധന ചോർച്ച നിർത്തലാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ പുതിയ MLD കൊണ്ടുവന്ന പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്നും പമ്പുടമ അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് കേസുകളുടെ വർധനവിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 3758 പേർക്കാണ് നിലവിൽ കോവിഡ് ഉള്ളത്. ഇതിൽ 1400 കോവിഡ് കേസുകൾ കേരളത്തിലാണ്. മഹാരാഷ്ട്ര, ദില്ലി, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വർധനവുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകളും ഓക്സിജനും വാക്സിനുകളും കിടക്കകളും സജ്ജമാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ക്ഷേത്രങ്ങളെ ധർമ്മപ്രചരണ കേന്ദ്രങ്ങളാക്കണമെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അഭിപ്രായപ്പെട്ടു. മഹാകുംഭമേളയിൽ വെച്ച് ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരി അഭിഷിക്തനായ സ്വാമിക്ക് കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴകത്ത് മനക്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി ചുള്ളിമംഗലത്ത് മന വാസുദേവൻ നമ്പൂതിരിയും ചേർന്ന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ആമേഠമംഗലം വാസുദേവൻ നമ്പൂതിരി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അവധിക്കാലത്തിന് വിട നൽകിയ സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു. പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി മാറിയെന്ന് മുഖ്യമന്ത്രി. വെള്ളാങ്കല്ലൂർ ചീപ്പുച്ചിറയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന വിധത്തിലാണ് ഈ മാലിന്യ കൂമ്പാരം. കേരളത്തിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി. ഒഡീഷ സ്വദേശിനിയായ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഇരുവരും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.